ബാലാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ.എസ്. മനോജിന്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് നടപടി. വിദ്യാർത്ഥികളെ മർദ്ദിക്കാൻ ഉപയോഗിച്ചെന്ന് കരുതുന്ന കേബിൾ പോലീസ് ജീപ്പിന്റെ മുന്നിൽ നിന്ന് കണ്ടെടുത്തു. സംഭവത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടത്തി മേൽ നടപടികൾ സ്വീകരിക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ അധികൃതർ അറിയിച്ചു. ഓൺലൈൻ പഠനം നടത്തുകയായിരുന്ന വിദ്യാർത്ഥികളെ പോലീസ് മർദ്ദിച്ചെന്നാണ് പരാതി. അതേസമയം ലഹരി ഉപയോഗിക്കുന്നു എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് പോലീസ്. കുട്ടികൾക്കെതിരായിട്ടുള്ള ഒരു മർദ്ദനം നടന്നുവെന്ന് തന്നെയാണ് കമ്മീഷൻ മനസ്സിലാക്കുന്നത്. ഏതായാലും ഇത്തരം രീതിയിലുള്ള ആക്ഷനൊന്നും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടാവാൻ വേണ്ടി പാടില്ല. പ്രത്യേകിച്ച് കുട്ടികളോട് ആ രീതിയിൽ ഒന്നും തന്നെ ഉണ്ടാവാൻ വേണ്ടി പാടില്ല. ഏതായാലും ഇത് പരാതി നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആവശ്യമായ നടപടികൾ കമ്മീഷൻ സ്വീകരിക്കും. പട്ടാമ്പി കോഴിക്കോട്ടിരിയിൽ നിന്ന് 5 ലിറ്റർ ചാരായവും 1100 ലിറ്റർ വാഷും പിടികൂടി. എക്സൈസ് സംഘം നടത്തിയ പരിശോധനയിലാണ് ഇവ കണ്ടെത്തിയത്. സംഭവത്തിൽ ഒരാളെ അറസ്റ്റ് ചെയ്തു. പടിക്കപ്പറമ്പിൽ രാമകൃഷ്ണനാണ് കസ്റ്റഡിയിലായത്. പട്ടാമ്പി റേഞ്ചിലെ മൂതല പഞ്ചായത്തിൽ കോഴിക്കോട്ടിരി എന്ന സ്ഥലത്ത് വെച്ച് പട്ടാമ്പി റേഞ്ചിലെ പോയിന്റ് ഓഫീസർ സന്തോഷ് കുമാറും പാർട്ടിയും കൂടി പടിക്കപ്പറമ്പിൽ വീട്ടിൽ രാമകൃഷ്ണൻ എന്ന ആളുടെ വീട്ടിൽ നിന്നും 1100 ലിറ്റർ വാഷും 5 ലിറ്റർ ചാരായവും കണ്ടെത്തി കേസെടുത്തിട്ടുണ്ട്. പ്രതിയെ അറസ്റ്റ് ചെയ്ത് ഇന്ന് തന്നെ റിമാൻഡ് ചെയ്യും. തിരുവമ്പാടി മുത്തപ്പൻ പുഴയിലെ വ്യാജവാറ്റ് കേന്ദ്രത്തിൽ നടത്തിയ പരിശോധനയിൽ ചാരായവും വാഷും വാറ്റുപകരണങ്ങളും കണ്ടെത്തി നശിപ്പിച്ചു. പോലീസിനെ കണ്ട് പ്രതി പുഴ നീന്തി കടന്ന് രക്ഷപ്പെട്ടു. 3 ലിറ്റർ ചാരായവും 50 ലിറ്ററോളം വാഷും വാറ്റുപകരണങ്ങളും കണ്ടെത്തി. പ്രദേശവാസിയായ സുരേഷിന്റെ നേതൃത്വത്തിലാണ് വ്യാജവാറ്റ് നടത്തിയിരുന്നത്. അങ്കമാലി മയക്കുമരുന്ന് കേസിൽ പ്രതിയുടെ ഫ്ളാറ്റിൽ നടത്തിയ റെയ്ഡിൽ കൂടുതൽ മയക്കുമരുന്ന് പിടിച്ചെടുത്തു. 70 മില്ലിഗ്രാം ഹാഷിഷ് ഓയിൽ, 3 ഗ്രാം MDMA എന്നിവയാണ് പിടിച്ചെടുത്തത്. ആലുവ റൂറൽ SP കെ കാർത്തിക്കിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. മയക്കുമരുന്ന് കേസിൽ ആബിദിനെ കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മുക്കം ചേന്നമംഗലൂരിൽ റോഡരികിൽ മാലിന്യം തള്ളിയതായി പരാതി. ഷോപ്പിംഗ് കോംപ്ലക്സ് ശുദ്ധീകരിച്ച മാലിന്യമാണ് തള്ളിയത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് നഗരസഭാ അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. മാലിന്യം തള്ളിയവർക്കെതിരെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. പാലക്കാട് തൃത്താലയിൽ സമൂഹ മാധ്യമങ്ങൾ വഴി വ്യാജ പ്രചാരണം നടത്തി സാമ്പത്തിക തട്ടിപ്പ് നടത്തിയയാൾ പോലീസ് പിടിയിൽ. ചാലിശ്ശേരി സ്വദേശി ഷാനുവാണ് പിടിയിലായത്. അപകടത്തിൽ പരിക്കേറ്റ കുഞ്ഞിനെ ചികിത്സയ്ക്ക് പണം ആവശ്യപ്പെട്ടാണ് തട്ടിപ്പ് നടത്തിയത്. പാലക്കാട് തൃത്താലയിലാണ് അപകടത്തിൽ പരിക്കേറ്റ് വെന്റിലേറ്ററിൽ കഴിയുന്ന കുഞ്ഞിന് ചികിത്സയ്ക്ക് പണം ആവശ്യപ്പെട്ട് പണം തട്ടിപ്പ് നടന്നത്. സംഭവത്തിൽ പെരുമണ്ണൂർ സ്വദേശി ഷാനുവിനെ ചാലിശ്ശേരി പോലീസ് അറസ്റ്റ് ചെയ്തു. ഷാനുവിന്റെ ഭാര്യയുടെ അക്കൗണ്ട് വഴിയാണ് പണം ആവശ്യപ്പെട്ടത്. ഈ അക്കൗണ്ട് പോലീസ് മരവിപ്പിച്ചു. പെരിങ്ങോട് സ്വദേശി പറമ്പിൽ പീടികയിൽ ഷെരീഫിന്റെ കുഞ്ഞിന് വാഹനാപകടത്തെ തുടർന്ന് ഓപ്പറേഷൻ നടത്തണമെന്നായിരുന്നു പോസ്റ്ററുകളിലെ ഉള്ളടക്കം. എന്നാൽ വ്യാജ അപകടത്തിന്റെ പേരിലാണ് സഹായ അഭ്യർത്ഥനയെന്ന് പിന്നീട് അന്വേഷണത്തിൽ തെളിഞ്ഞു. കുഞ്ഞിന്റെ ചികിത്സയ്ക്കെന്ന വ്യാജേന ഗൂഗിൾ പേ നമ്പരും ബാങ്ക് അക്കൗണ്ട് നമ്പരും നൽകിയായിരുന്നു തട്ടിപ്പ്. വിഷയത്തിൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് വാർഡ് മെമ്പർ സലീമും പെരിങ്ങോട് മുതുപ്പള്ളി സ്വദേശി M ജിജോയുമാണ് ചാലിശ്ശേരി പോലീസിൽ പരാതി നൽകിയത്. അതിൽ കൊടുത്തിട്ടുള്ള അമൃത ഹോസ്പിറ്റലിലേക്ക് വിളിച്ചപ്പോൾ അങ്ങനത്തെ ഒരു പേഷ്യൻ്റ് അവിടെ അഡ്മിറ്റ് ആയിട്ടില്ല എന്ന വാർത്തയും നമുക്ക് ലഭിക്കുകയുണ്ടായി. ഇത് അടിസ്ഥാനത്തിൽ ഇത് തികച്ചും വ്യാജമാണെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അതേസമയം തട്ടിപ്പ് നടത്തിയ ഷനുവിന് CPM-മായി ബന്ധമുണ്ടെന്ന് തൃത്താലയിലെ യൂത്ത് കോൺഗ്രസ് ആരോപിച്ചു. CPM-ന്റെ വലിയ നേതാക്കളുമായി മന്ത്രി, അതുപോലെ MLA ഉൾപ്പെടെ ഇപ്പോഴത്തെ നിയമസഭാ സ്പീക്കർ ഉൾപ്പെടെയുള്ള ആളുകൾക്കുമായി വലിയ ബന്ധമുണ്ട്. ഈ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് വേണ്ട രീതിയിൽ ഒരു അന്വേഷണം നടക്കുന്നില്ല, ഇഴഞ്ഞു നീങ്ങുകയാണ്. ഈ സമയം വരെ ഈ വ്യക്തിയെ അറസ്റ്റ് ചെയ്തിട്ടില്ല. പോസ്റ്ററിൽ പ്രചരിച്ച ഗൂഗിൾ പേ നമ്പർ വെച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ പിടികൂടിയത്. 100 രൂപ ചലഞ്ച് എന്ന പേരിലായതിനാൽ പ്രവാസികൾ ഉൾപ്പെടെ നിരവധി പേർ ഇതിൽ പണം നൽകിയിരുന്നു. ഇത്തരം സംഭാവനകൾ നൽകുമ്പോൾ കാര്യങ്ങളുടെ നിജസ്ഥിതി അന്വേഷിക്കണമെന്നും ചതിയിൽപ്പെടാതെ ജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും പോലീസ് അറിയിച്ചു. ന്യൂസ് 18 പട്ടാമ്പി. പുലിപ്പേടിയിൽ മലമ്പുഴ ചേമ്പന ഗ്രാമം. കഴിഞ്ഞ ദിവസങ്ങളിലായി ഈ മേഖലയിൽ വളർത്തുമൃഗങ്ങളെ പുലി ആക്രമിച്ചു. പരാതിപ്പെട്ടിട്ടും പുലിയെ പിടിക്കാൻ വനം വകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. മലമ്പുഴ ചേമ്പനയിൽ 15ഓളം വളർത്തുമൃഗങ്ങളെയാണ് പുലി പിടിച്ചത്.
ചേമ്പന കോളനി നിവാസികളുടെ പ്രധാന വരുമാന മാർഗമാണ് ഇതോടെ നഷ്ടമായത്. ഒട്ടേറെ വളർത്തുമൃഗങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായി. നാട്ടുകാർ ബഹളം വെച്ച് പുലിയെ ഓടിച്ചതിനാലാണ് കുറെ മാടുകളെ രക്ഷിക്കാനായത്. വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കാൻ രാവും പകലും ഒരുപോലെ കാവലിരിക്കേണ്ട ഗതികേടിലാണ് കോളനി നിവാസികൾ. 10-15 എണ്ണത്തിനെ തിന്നു, എൻ്റെ മൂരിക്കുട്ടീനെ തിന്നു. ഇതിപ്പോ വീട്ടിൽ വന്നിട്ടാണ് പിടിച്ചിരിക്കുന്നത്. ഒരു രക്ഷയില്ല. ഇതിനൊരു പരിഹാരം കണ്ടെത്തണം. പലതവണ പരാതിപ്പെട്ടിട്ടും പുലിയെ പിടികൂടാൻ വനംവകുപ്പ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. മേഖലകളിൽ പുലിക്കൂട് സ്ഥാപിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് 18 പാലക്കാട്. ഇടുക്കി മണിയാറൻകുടി പന്നി ഫാമിൽ ആക്രമണം നടത്തിയ പ്രതിയെ മാസങ്ങൾ കഴിഞ്ഞിട്ടും പിടികൂടാനായില്ലെന്ന് ഫാം ഉടമയുടെ ആരോപണം. 2 മാസം മുൻപ് മദ്യപിച്ച് ഫാമിലെത്തി 3 പന്നികളെ കുത്തിക്കൊലപ്പെടുത്തുകയും വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾ തല്ലി തകർക്കുകയും ചെയ്ത മണിയാർക്കുടി തകരപ്പള്ളി ജോബിയെ പിടികൂടാൻ പോലീസ് തയ്യാറാകുന്നില്ലെന്നാണ് ഫാം ഉടമ ഞവരക്കാട്ട് ജോബിയുടെ ആക്ഷേപം. അടിയന്തരമായി പ്രതിക്കെതിരെ നടപടിയെടുക്കണമെന്നാണ് ആവശ്യം. മണിയാറൻകുടിയിൽ 100 ഭാഗത്ത് കഴിഞ്ഞ ദിവസം ഉണ്ടായൊരു സംഭവത്തിൽ പന്നികളെ കുത്തുകയും 2 പന്നി അന്നേരം തന്നെ ചാവുകയും ഗർഭിണികളായ 2 പന്നി ചാവുകയും 10-28 കുഞ്ഞുങ്ങൾ ചാവുകയും വീട് കയറി ആക്രമിക്കുകയും ചെയ്ത് വണ്ടിയെല്ലാം മുറ്റത്ത് കിടന്ന് നശിപ്പിച്ചിട്ട് പോലീസിൽ പരാതി കൊടുത്തിട്ട് ഇതുവരെ പ്രതിനെ പിടിച്ചിട്ടില്ല. പ്രതിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് പോലീസിൽ SID ചോദിക്കുമ്പോൾ പറയുന്നത്. പ്രതിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയെന്നാണ് എല്ലാ ദിവസങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ണൂർ എളയാവൂരിൽ ആംബുലൻസ് മരത്തിലിടിച്ച് 3 പേർ മരിച്ചു. ഒരാൾക്ക് പരിക്കേറ്റു. പയ്യാവൂർ ചുണ്ടപ്പറമ്പ് സ്വദേശികളായ ബിജോ, ഭാര്യ റെജിന, ഡ്രൈവർ നിധിൻ രാജ് എന്നിവരാണ് മരിച്ചത്. റെജിനയുടെ സഹോദരൻ ബെന്നി പരിക്കുകളോടെ ചികിത്സയിലാണ്. പയ്യാവൂർ വാതിൽമട ഭൂതത്താൻ കോളനിയിലെ ആംബുലൻസാണ് എളയാവൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപത്ത് അപകടത്തിൽപ്പെട്ടത്. ബിജോയെ വിദഗ്ധ ചികിത്സയ്ക്കായി കണ്ണൂരിലേക്ക് ആംബുലൻസിൽ കൊണ്ടുപോകവെയാണ് അപകടം. വാഹനത്തിൽ കുടുങ്ങിയവരെ അഗ്നിരക്ഷാ സേന എത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത്. കോവിഡ് പശ്ചാത്തലത്തിൽ കായംകുളം താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറി പ്രവർത്തിപ്പിക്കാത്തതിൽ പ്രതിഷേധം. ഫ്രീസർ തകരാറിനെ തുടർന്നാണ് 3 ആഴ്ച മുൻപ് മോർച്ചറി അടച്ചത്. ഒരേ സമയം 4 മൃതദേഹങ്ങൾ വരെ കായംകുളം താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കാനാകുമായിരുന്നു. എന്നാൽ 3 ആഴ്ച മുൻപ് ഫ്രീസർ കേടായി. ഇതുവരെ നന്നാക്കിയില്ല. ഇതാണ് പ്രതിഷേധത്തിന് കാരണം. ഒരു ദിവസം മൃതദേഹം സൂക്ഷിക്കാൻ 525 രൂപയാണ് വാടക. സ്വകാര്യ ആശുപത്രികളിൽ 2000 രൂപ വരെ ഈടാക്കാറുണ്ട്. കായംകുളം നഗരസഭ വളരെ ഗൗരവമായി ഈ കാര്യത്തിൽ ഇടപെട്ട് അടിയന്തരമായി പരിഹരിക്കേണ്ട ഒരു വിഷയത്തിൽ വളരെ കുറ്റകരമായ അനാസ്ഥയാണ് നഗരസഭാ ഭരണ നേതൃത്വത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. കായംകുളം താലൂക്ക് ആശുപത്രിയിലെ പ്രവർത്തനരഹിതമായി കിടക്കുന്ന മോർച്ചറിയും ഫ്രീസർ യൂണിറ്റും അടിയന്തരമായി റിപ്പയർ ചെയ്ത് അത് പ്രവർത്തന സജ്ജമാക്കുന്നതിനാവശ്യമായ നടപടി നഗരസഭയുടെ നേതൃത്വത്തിൽ നിന്ന് അടിയന്തരമായി സ്വീകരിക്കണം. കോവിഡ് കാലത്ത് മരണനിരക്ക് വർദ്ധിച്ചതോടെ മോർച്ചറി സംവിധാനം അനിവാര്യമാണ്. ഈ സമയത്താണ് അധികൃതരുടെ അനാസ്ഥ മൂലം മോർച്ചറി അടഞ്ഞുകിടക്കുന്നത്. കായംകുളം കൂടാതെ പരിസര പഞ്ചായത്തുകളിൽ നിന്നും കോവിഡ് പരിശോധനയ്ക്കായി മൃതദേഹങ്ങൾ ഇവിടെയാണ് എത്തിക്കുന്നത്. പരിശോധനാ ഫലം വരും വരെ മൃതദേഹം സൂക്ഷിക്കാൻ സൗകര്യം ഇല്ലാത്തതിനാൽ ജനറൽ ആശുപത്രിയെ ആശ്രയിക്കേണ്ടി വരികയാണ്. ന്യൂസ് 18 കായംകുളം. ഇടവേളയാണ്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കഥകൾ. നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കാൻ പോവുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുമ്പോൾ മാസ്ക് ധരിക്കുക. പർച്ചേസിങ്ങിനൊക്കെ പോകുമ്പോൾ നമ്മൾ പല സ്ഥലത്തും ടച്ച് ചെയ്യാനുള്ള ഒരു സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മൾ പറ്റുകയാണെങ്കിൽ നമ്മൾ ഗ്ലൗ ഉപയോഗിക്കുക. ഇപ്പം എല്ലാ കടകളിലും സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കാൻ വേണ്ടിയിട്ട് അവർ ചില തരത്തിൽ സർക്കിൾസ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ആ സർക്കിൾസിൽ നമ്മൾ കയറി നിൽക്കണം. നമ്മളും ക്യൂ നിൽക്കുമ്പോൾ ആ 2 മീറ്റർ ഡിസ്റ്റൻസ് പാലിക്കുക. ഇപ്പോൾ പല കടകളിലും ഈ ഫ്രണ്ടിൽ ഇങ്ങനെ കൈ കഴുകുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പല സ്ഥലത്തു നിന്നും വരുന്നവരായിരിക്കും. അപ്പോൾ എന്തായാലും കൈ കഴുകി മാത്രം ഓരോ കടകളിലേക്കും കയറുക. നമ്മൾ ഷോപ്പ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം സോഷ്യൽ ഡിസ്റ്റൻസിങ് ആണ്. ഈ ഒരു 20 മിനിറ്റിൽ ഉള്ളിൽ നമ്മൾ പർച്ചേസ് ചെയ്ത് പുറത്തിറങ്ങുകയാണെങ്കിൽ അത് നല്ലൊരു കാര്യമായിരിക്കും.
പരമാവധി നമ്മൾ ഓൺലൈൻ ഡെലിവറി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. പരമാവധി പുറത്തിറങ്ങാതിരിക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ കോൺടാക്ട്ലെസ് കാർഡുകളൊക്കെ ഇറങ്ങിയിട്ട്, ഇപ്പോൾ ഇതൊരു വൈഫൈ കാർഡാണ്. അപ്പോൾ വൈഫൈ കാർഡ് പോലത്തെ അങ്ങനത്തെ കോൺടാക്റ്റുകൾ കുറയ്ക്കുന്ന രീതിയിലുള്ള ഉപയോഗം നടത്തുക. ഓക്കെ. കൊണ്ടുവരുന്ന സാധനങ്ങൾ നമ്മൾ വൃത്തിയാക്കിയതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇപ്പോൾ ആദ്യം എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു കാർഡ്ബോർഡിൻ്റെ ഒരു സർഫസാണ്. ഈ കാർഡ്ബോർഡിൽ വൈറസ് 24 മണിക്കൂർ വരെ നിലനിൽക്കാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ ഇത് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് വല്ല സാനിറ്റൈസറോ എന്തെങ്കിലും ഡെറ്റോളോ അങ്ങനെ എന്തെങ്കിലും മതി. വൃത്തിയാക്കിയതിന് ശേഷം ഇതൊരു വൃത്തിയുള്ള ഭാഗത്തേക്ക് തന്നെ മാറ്റി വെക്കുക. ഒരു പ്ലാസ്റ്റിക്കിൻ്റെയാണ്. പ്ലാസ്റ്റിക്കിൽ തന്നെ കുറേ ദിവസങ്ങൾ നിൽക്കാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്നത് ഒരു കുപ്പിയാണ്. അത് ഗ്ലാസിൻ്റെ കുപ്പിയാണ്, കെച്ചപ്പിൻ്റെ കുപ്പി. അപ്പോൾ ഗ്ലാസ്സിലൊക്കെ വൈറസ് നിലനിൽക്കാനുള്ള സാധ്യത കുറേ ദിവസങ്ങളാണ്. ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ വാങ്ങുന്നവരാണെങ്കിൽ അത് വൃത്തിയുള്ളൊരു വെള്ളത്തിൽ കഴുകുക, അല്ലെങ്കിൽ വല്ല വിനേഗറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒഴിച്ച് കഴുകിയിട്ട് ഒരു ദിവസം ഡ്രൈ ചെയ്തിട്ട് പിന്നീട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ സോപ്പ് വെച്ച് നമ്മൾ കൈകൾ നന്നായി കഴുകുക. അപ്പോൾ വൃത്തിയായി സൂക്ഷിക്കാൻ സാധിക്കും. സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. പുലരിയിൽ എന്തിനാണ് വാർത്തകൾ പൊട്ടിത്തെറിക്കുന്നത്? പാലം പൊളിച്ചതു മുതൽ ദുരിതത്തിലാണ് പെരുമല്ലൂർ നിവാസികൾ. റോഡ് പൊളിച്ചിട്ടതിനു ശേഷം നാട്ടുകാർക്ക് 6 കിലോമീറ്റർ ചുറ്റി സഞ്ചരിച്ചു വേണം മറുകരയെത്താൻ. കഴിഞ്ഞ നവംബറിലാണ് തൃശൂർ പാവർട്ടി റോഡിലെ പാലം പുനർനിർമ്മാണത്തിനായി പൊളിച്ചു നീക്കിയത്. പാലം പൊളിച്ചതിന് പിന്നാലെ ലക്ഷങ്ങൾ ചെലവിട്ട് സമാന്തര റോഡും നിർമ്മിച്ചു. എന്നാൽ മഴ ശക്തമായതോടെ റോഡ് തകർന്നു. ഇത് പ്രദേശവാസികൾക്ക് ദുരിതം ഇരട്ടിയാക്കി. ഇതോടെ ഗതാഗതവും കാൽനടയാത്രയും ദുസ്സഹമാക്കി. ഒരു തെങ്ങും കൂടിയും മുട്ടിയും കൂടി ഇടുകയാണെങ്കിൽ ആൾക്കാർക്ക് നടന്നു പോവാ. ഇതിപ്പോ ഒരു പാകമല്ല. പൊളിക്കണേ പൊളിച്ചോട്ടെ, അത് അറ്റ വേനലേക്ക് പൊളിക്കട്ടെ. ഇനിയിപ്പോ വെള്ളം വരാൻ പോണ്. ഇതപ്പോ ഈ ഭാഗത്ത് കൃഷി ഭാഗത്ത് കംപ്ലീറ്റ് നശിച്ചു. അങ്ങനെ ആൾക്കാർ നിൽക്കുന്ന കൂടിയാണ് ഇപ്പൊ ഇത് ഇവിടെ ഈ കട പൊട്ടിച്ചത്. സമയബന്ധിതമായി പാലം പണി പൂർത്തിയാക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഒപ്പം വെള്ളമൊഴുകിപ്പോകും വിധം സമാന്തര റോഡ് നിർമ്മിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. കാൽനട പോലും സാധ്യമല്ലെന്ന് നാട്ടുകാർ പറയുന്നു. മഴയുടെ കാഠിന്യം കൂടിയതോടെ വീടുകളിൽ വെള്ളം കയറുന്ന അവസ്ഥയാണ്. ഇറിഗേഷൻ, PWD ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയതെന്നാണ് ആരോപണം. ന്യൂസ് 18 ഗുരുവായൂർ. 2018 പ്രളയത്തിൽ തകർന്ന മൂന്നാർ സൈലന്റ് വാലി റോഡ് പുനർനിർമ്മിക്കാതെ അധികൃതർ. തകർന്ന റോഡിലൂടെ ദുരിതയാത്രയാണ് നാട്ടുകാർക്ക് സമ്മാനിക്കുന്നത്. 3 വർഷം മുമ്പുണ്ടായ പ്രളയകാലത്തായിരുന്നു മണ്ണിടിച്ചിലിൽ മൂന്നാർ സൈലന്റ് വാലി റോഡിന്റെ ഭാഗമായുള്ള 300 മീറ്ററോളം വരുന്ന ഭാഗം തകർന്നത്. ഒപ്പം തകർന്ന റോഡുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചെങ്കിലും സൈലന്റ് വാലി റോഡിനോട് അധികൃതരുടെ അവഗണന തുടരുകയാണ്. 5 വർഷം MLA
ரோடு போட்டு கொடுக்கணும் ஒன்றும் பண்ணலை. அது பிறகு 3 கோடி ரூபா சாங்ஷன் ஆயிடுச்சுன்னு சொன்னாங்க. அதுவும் இப்பயும் செய்யலை. சைல்டு வழி நெற்றிக்குடி எமர்ஜென்சி கேஸாக இது வழி தான் போய்கிட்டு இருக்கு. இந்த ரோடை இன்னும் தயவு செய்து சரி பண்ணி தரும்போது மிக താഴ്മയോടെ നമ്മൾ കേൾക്കണം. സൈലന്റ് വാലി, ഗൂഡാർവിള, നെറ്റിക്കുടി തുടങ്ങിയ മേഖലകളിലെ കുടുംബങ്ങളൊക്കെയും മൂന്നാറിലേക്ക് എത്താൻ ആശ്രയിക്കുന്നത് ഈ വഴിയാണ്. ചികിത്സാ സംബന്ധമായ കാര്യങ്ങൾക്കുൾപ്പെടെ മൂന്നാറിലെത്താൻ ഇതുവഴി സാഹസിക യാത്ര നടത്തണം. മഴ ശക്തമാകും മുമ്പ് റോഡ് ഗതാഗതയോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. പോലീസ് കരിങ്കലിട്ടടച്ചു പൂട്ടിയ കടവുകളിൽ നിന്നും മണൽ വാരൽ തുടരുന്നതായി പരാതി. കൊടിയത്തൂർ പഞ്ചായത്തിലെ ചെറുവാടി കടവിലാണ് അനധികൃത മണലൂറ്റ് നടക്കുന്നത്. ഇക്കാര്യം പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടിയില്ല എന്നും ആക്ഷേപമുണ്ട്. കഴിഞ്ഞ ദിവസം രാത്രി മണൽ മാഫിയ സംഘമെത്തി കല്ല് മാറ്റി കടവിലേക്ക് വാഹനമിറക്കുകയായിരുന്നു. അധികൃതരുടെ ഒത്താശയോടെയാണ് മണലൂറ്റ് എന്നും ആരോപണമുണ്ട്. കാർഷിക കേരളം. ആദിവാസി ഊരിൽ വിളയുന്നത് അതിജീവനത്തിന്റെ പുതിയ കൃഷിപാഠങ്ങൾ. പത്തനംതിട്ട ജില്ലയുടെ മുൻ കളക്ടറായിരുന്ന PB നൂഹ് പകർന്നുകൊടുത്ത പുതുജീവിതപാതയാണ് ആദിവാസികളായ രവീന്ദ്രന്റെയും കുടുംബത്തിന്റെയും 100 മേനി വിളഞ്ഞ ഈ കൃഷിയുടെ രഹസ്യം. ശബരിമല വനത്തിനുള്ളിലാണ് ഈ കാണുന്ന കൃഷികൾ. കപ്പ, വാഴ, ചേമ്പ്, ചേന, പച്ചക്കറികൾ എല്ലാം ഇവിടെ സമൃദ്ധമായി വളരുന്നു. ആദിവാസി മലമ്പട്ടാര വിഭാഗത്തിൽപ്പെട്ട രവീന്ദ്രനും മകൻ അജയനുമാണ് വനത്തിനുള്ളിലെ ഈ കൃഷിയുടെ ഉടമകൾ. സ്വന്തമായുള്ള ഊരിന് സമീപം ചെറുകൃഷികൾ തുടങ്ങിയാണ് ഇവർ ജീവിതം കെട്ടിപ്പടുക്കുന്നത്. വല്ലപ്പോഴും എത്തുന്ന ഭക്ഷണ സാധനങ്ങളിൽ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ആദിവാസികൾക്ക് ഈ അച്ഛനും മകനും മാതൃകയാവുകയാണ്. എന്നാൽ വന്യമൃഗങ്ങളുടെ ശല്യം കൃഷിക്കും ജീവനും ഭീഷണിയാണ്. രാത്രിയിൽ ഉറങ്ങാതെ കാവലിരുന്നാണ് ഇവർ കൃഷി സംരക്ഷിക്കുന്നത്. വനത്തിലെ കൂരകളിൽ വൈദ്യുതി ലഭിക്കാൻ നിയമ തടസ്സമുണ്ടെങ്കിലും സമീപമുള്ള റോഡുകളിലെ വൈദ്യുത പോസ്റ്റുകളിൽ ലൈറ്റുകൾ സ്ഥാപിച്ചാൽ ആശ്വാസകരമാകുമെന്ന് ഇവർ പറയുന്നു. ഈ പോസ്റ്റിൽ ഞങ്ങൾക്ക് ഒരു ലൈറ്റ് വെട്ടം ഞങ്ങൾക്ക് കിട്ടുമെന്നായിരുന്നെങ്കിൽ ഏറ്റവും വലിയൊരു സഹായം. കാര്യം ചെറിയ 2 സോളാറുണ്ട്. മഴയും കൂടെ ആയതുകൊണ്ട് വെയിലത്ത് വെച്ച് ചാർജ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് വെട്ടത്തിന് ഇപ്പം വലിയൊരു ബുദ്ധിമുട്ടായിട്ടിരിക്കുക. ഒരു വിളക്ക് കത്തിച്ച് വെച്ചാലും കാറ്റൊക്കെ ഒന്നങ്ങ് ആണ്. അതുകൊണ്ട് വലിയൊരു ഇതായിട്ട് ഞങ്ങൾക്ക് ഇരിക്കാം. കഷ്ടതകളുടെ നടുവിൽ നിന്ന് സ്വയം പര്യാപ്തതയിലേക്ക് കൃഷിയിലൂടെ ഉയരാൻ ശ്രമിക്കുന്നവർക്ക് ഇനി സർക്കാരിന്റെ പ്രോത്സാഹനവും സഹായവുമാണ് വേണ്ടത്. ന്യൂസ് 18 പത്തനംതിട്ട. ലോക്ക്ഡൌണിൽ നിരവധി കുടുംബങ്ങൾക്ക് ആശ്രയമാകുകയാണ് ഇടുക്കിയിലെ ജലാശയങ്ങൾ. നിരവധി ആളുകളാണ് ജലാശയങ്ങളിൽ ചൂണ്ടയിട്ടും വലകെട്ടിയും വരുമാനം കണ്ടെത്തുന്നത്. നേരം പോക്കിനപ്പുറം പലർക്കും വരുമാന മാർഗം കൂടിയാണ് മീൻപിടുത്തം. ലോക്ക്ഡൌൺ മൂലം ദുരിതത്തിലായവരാണ് ഇടുക്കി മലയോരത്തെ കർഷക തൊഴിലാളികൾ. നിയന്ത്രണങ്ങൾ കൂടിയായതോടെ ഇവരുടെ വരുമാനം പൂർണ്ണമായും നിലച്ചു. സർക്കാർ നൽകുന്ന കിറ്റുകളും സന്നദ്ധ സംഘടനകൾ എത്തിച്ചു നൽകുന്ന സഹായവും മാത്രമാണ് ഇവരുടെ ഏക ആശ്രയം. എന്നാൽ മറ്റു ചിലവുകൾക്ക് കടുത്ത പ്രതിസന്ധി നേരിട്ടപ്പോഴാണ് നിരവധി കുടുംബങ്ങൾ വരുമാനത്തിനായി ജലാശയത്തെ ആശ്രയിക്കാൻ തുടങ്ങിയത്. രാവിലെ എത്തുന്നവർ ചൂണ്ടയിട്ടും വലകെട്ടിയും മത്സ്യബന്ധനം നടത്തും. ചൂണ്ടയുമായി വൈകുന്നേരം വരെ ഇരുന്നാൽ അത്യാവശ്യ കാര്യങ്ങൾക്കുള്ള തുക കണ്ടെത്താനാകുമെന്ന് ഇവർ പറയുന്നു. കൂലിപ്പണിയൊക്കെ ആയിരുന്നു, പണിയൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് ഇപ്പം ഈ ലോക്ക്ഡൗൺ ഒക്കെ ആയതുകൊണ്ട് മീൻ പിടിക്കാൻ വരുന്നു. അത്യാവശ്യം 10-200 രൂപയുടെ 300 രൂപയൊക്കെ മീൻ കിട്ടും. രാവിലെ എത്തുന്നവർ ഭക്ഷണവുമായിട്ടാണ് വരുന്നത്. മറ്റു തൊഴിലിന് പോകാൻ കഴിയാത്തതിനാൽ ഇപ്പോൾ മുഴുവൻ സമയവും മീൻപിടുത്തം തന്നെ. ഗോൾഡ് ഫിഷ്, തിലോപ്യ തുടങ്ങിയ മീനുകളാണ് കൂടുതലായും ഇവർക്ക് ലഭിക്കുന്നത്. 250 മുതൽ 350 രൂപ വരെ വിലയാണ് കിലോഗ്രാമിന് ലഭിക്കുന്നത്. എന്തായാലും മീൻപിടുത്തം ഇവർക്ക് നേരം പോക്കിനപ്പുറം വരുമാന മാർഗം കൂടിയാവുകയാണ്. ന്യൂസ് 18 ഇടുക്കി. മലപ്പുറം വണ്ടൂരിൽ വസന്തം വിരിയിച്ച് കാപ്പൽ സ്കൂളിലെ കുട്ടികൾ. അങ്ങാടി മുതൽ വണ്ടൂർ VMC സ്കൂൾ വരെ പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചു. മഞ്ചേരി റോഡ് വീതി കൂട്ടിയപ്പോൾ നിർമ്മിച്ച ഡിവൈഡറിലാണ് കാപ്പൽ സ്കൂളിലെ അധ്യാപകൻ സത്യകുമാറിന്റെ നേതൃത്വത്തിൽ ചെടികൾ വച്ചുപിടിപ്പിച്ചത്. മറ്റ് അധ്യാപകരും നാട്ടുകാരും പിന്തുണ നൽകിയിരുന്നു. ശാരീരിക വെല്ലുവിളികളോട് പൊരുതുമ്പോഴും പ്രകൃതി സ്നേഹത്തിന്റെ ഉത്തമ മാതൃകയാവുകയാണ് കണ്ണൂർ സ്വദേശിയായ ദേവനന്ദ. കഴിഞ്ഞ പരിസ്ഥിതി ദിനത്തിൽ തന്റെ വീൽചെയറിലിരുന്ന് വൃക്ഷത്തൈകൾ നട്ടും ഈ 8ാം ക്ലാസ്സുകാരി പ്രകൃതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി,
ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി. ഇത് കണ്ണൂർ കടവത്തൂർ PKM ഹയർ സെക്കൻഡറി സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥിനി ദേവനന്ദ. സ്കൂളിലെ പരിസ്ഥിതി ക്ലബ്ബ് നടപ്പിലാക്കുന്ന ബയോകെയർ പദ്ധതിയിൽ തന്റെ വീൽചെയറിലിരുന്ന് ദേവനന്ദയും പങ്കാളിയാവുകയാണ്. ഓരോ കുട്ടിയും ഒരു തൈയെങ്കിലും നടുകയും വളർച്ചയുടെ വിവിധ ഘട്ടത്തിൽ വൃക്ഷത്തിനോടൊപ്പം ഫോട്ടോ എടുത്തയക്കുകയും ചെയ്യുന്നതാണ് പരിപാടി. കടവത്തൂർ PKM ഹയർ സെക്കൻഡറി സ്കൂളിലെ ദേവനന്ദ വൃക്ഷത്തൈ നട്ട് മാതൃകയായിരിക്കുകയാണ്. ഭിന്നശേഷിക്കാരിയായ ദേവനന്ദ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ടാണ് പ്രകൃതിയോടുള്ള കൂറ് പ്രകടിപ്പിച്ചിട്ടുള്ളത്. UP സ്കൂൾ അധ്യാപിക പ്രലിഷയുടെയും ശ്രീജിത്തിന്റെയും മകളായ ദേവനന്ദ പ്രകൃതി സംരക്ഷണത്തിന് നാടിന് പ്രചോദനമാവുകയാണ്. ന്യൂസ് 18 കണ്ണൂർ. കോവിഡ് വാക്സിനേഷന്റെ സന്ദേശം രാജ്യത്തിന് പകർന്ന് നെറ്റ്വർക്ക് 18ഉം ഫെഡറൽ ബാങ്കും ചേർന്ന് സംഘടിപ്പിക്കുന്ന സഞ്ജീവനി ഗാഡി പ്രയാണം തുടരുകയാണ്. 5 സംസ്ഥാനങ്ങളിലൂടെയാണ് സഞ്ജീവനി ഗാഡിയുടെ പ്രയാണം. ഇതുവരെ 96 ഗ്രാമങ്ങളിലൂടെ 45,300 പേരിലേക്കാണ് വാക്സിനേഷൻ സന്ദേശവുമായി സഞ്ജീവനി ഗാഡി എത്തിയത്. നാട്ടുവർത്തമാനം പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com സന്ദർശിക്കുക. നമസ്കാരം.